ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പുറത്ത് മഴ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിരിക്കണേ. ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയത് നമുക്ക് നോക്കാം. അപ്പോൾ മൈദ അത് 2 ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂൺ കണക്ക് ശരിക്കും വലിയ പിടുത്തല്ല. എന്നാലും ഇങ്ങനെ ഈ ഒരു പാത്രത്തിന് 1.5 പാത്രത്തോളം വേണം. ഇത് 2 ടേബിൾ സ്പൂണാണെന്നാണ് ഇവിടുന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 1.5 പാത്രത്തോളം, അതേപോലെ 2 മുട്ട, പിന്നെ 500 ml പാല്, പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക. എൻ്റെ മധുരത്തിനനുസരിച്ച് ഞാനെടുക്കും. നിങ്ങൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മധുരം കൂടുതലായിട്ട് ഇടുക. ഇനി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. പിന്നെ ഞാൻ ഫ്ലേവർ എടുത്ത് സ്ട്രോബെറിയാണ്. പിന്നെ വേറെ വാനില, പിസ്ത ഏത് വേണമെങ്കിലും എടുക്കുക. ഇപ്പോൾ ഇതിന് 2 പാത്രം 1.5 പാത്രത്തോളം മൈദപ്പൊടി മിക്സിയിലിടാം. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ചിടുക. മുട്ട പൊട്ടിച്ചിടുക. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അടിച്ചെടുക്കുന്ന മുട്ടയും മൈദ അടിച്ചെടുക്കുന്നതായി ഇങ്ങനൊരു ഇതായി കിട്ടിയിരിക്കണ്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇനി നമുക്കിതാ പാല് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ പാത്രത്തേക്ക് ഇതാ പാല് പൊട്ടിച്ചൊഴിക്കുക. ഈ പാല് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ ഒരു തള വരുമ്പോൾ തന്നെ നമുക്കിതാ പഞ്ചസാര തീക്കിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടായി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സൈഡിൽ നിന്നൊക്കെ ഇതാ പാല് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. നമുക്ക് പഞ്ചസാര ലയിച്ച് വരുന്നവരെ ഇളക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഫുള്ളായിട്ട് ലയിക്കണ വരെ. അതുപോലെ പഞ്ചസാര അങ്ങനെ ലയിച്ചിരിക്കണം. ഇനി അത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒത്തിരിയും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മുട്ടയും മൈദ അടിച്ച് തൈക്ക് ഒഴിച്ചാണ്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ടയും മൈദ അടിച്ച് തൈക്ക് ഒഴിക്കാം. ഫുള്ളായിട്ട് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി പാല് നല്ല കട്ടിയായി വരും. ഇത് കട്ട കുത്താതെ നോക്കണം. അതേപോലെ അടി പിടിക്കാതെയൊക്കെ നോക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. കട്ടി വരുന്നുണ്ട്, ചെറിയ കട്ടകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഇളക്കി ഒക്കെ പോക്കുക. നല്ലോണം ഇളക്കുമ്പോൾ തന്നെ കട്ട കുത്തിയൊക്കെ പോവും. ഇത് നന്നായിട്ട് കട്ടി ആവുന്നുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കണ്ട് ഇതിനി കുറച്ച് നേരം ഇളക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1.5 മിനിറ്റ് വരെ എന്തായാലും ഇളക്കണം. നല്ല അടി പിടിക്കാതൊക്കെ ഉള്ളൂ. ഇതിനിടയിൽ നിങ്ങൾ മധുരം ഒന്ന് നോക്കുക. നോക്കിയിട്ട് മധുരം കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ പഞ്ചസാര ഇട്ടാണ്ട് ആ ചൂടോടെ വേഗം ഇളക്കി കഴിഞ്ഞാൽ അത് വേഗം ചേർന്നോളും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്ര രതി കിട്ടൂല, പഞ്ചസാര പെട്ടെന്നൊന്നും അലിയാൻ ചാൻസ് ഇല്ല.
അപ്പം ഇനി ഇത് ചൂടാക്കി എടുക്കണം. നമ്മളത് ഈ സാധനം നന്നായിട്ട് ചൂടറിയിക്കണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് ഈ പരുവത്തിലായിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കളറ് ഇല്ലാതെ വാനില എസൻസ് ഏതാണെങ്കിലും ഒന്ന് ഒഴിക്കാം. നമ്മളുടെ വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസ് ഉപയോഗിക്കാം, മാംഗോൻ്റെ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി എസൻസ് ആണ് ഉപയോഗിക്കണേ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു 2-3 തുള്ളി ഇട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം, ഫുള്ള് സ്പ്രെഡാക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ നമ്മൾ സ്ട്രോബെറിൻ്റെ ആ ഒരു കളർക്ക് ഈ സൈഡിലുള്ളതൊക്കെ നന്നായിട്ട് എടുത്ത് ഫുള്ള് ഇളക്കുക. ഇതിപ്പോൾ കളർ ഇത്തിരി കുറഞ്ഞായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു 1-2 തുള്ളിയും കൂടി സ്ട്രോബെറി എസൻസ് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കളർ കൂടിയാ അപ്പോൾ ഇത് കളറ് കറക്റ്റായി ഒരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ കളറിൽ എത്തിക്കണേ. അപ്പോൾ അതൊന്നും കൂടി അടിപൊളിയാക്കാനും വേണ്ടിയിട്ട് ഞാൻ അതവിടെ ബദാം വറുത്തത് ഇനി പൊടിച്ചപ്പോൾ കുറച്ച് പൊടി കൂടിപ്പോയി. ഇപ്പോൾ നിങ്ങൾ പൊടിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പൊടിക്കണ്ട, അത് ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് അടിക്കുക. അത് പൊടി നല്ലോണം കൂടിപ്പോയി. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ായിട്ടാണ് നല്ലോണം ഇളക്കിയിരിക്കണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റെന്താ പറയുക, ഈ അണ്ടിപ്പരിപ്പ്, കടല അതുപോലുള്ള എന്താണെങ്കിലും പൊടിച്ചാണ്ട് ഇടാം. കടിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ രസം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നല്ലൊരു ട്രേയിൽ ആക്കി ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഈ പാത്രം അടച്ചിങ്ങാണ്ട് നമുക്ക് നേരത് ഫ്രീസറിൽ കൊണ്ടുപോയേക്കാം. ഒരു 5-6 മണിക്കൂർ എന്തായാലും വെക്കണം, എന്നാലേ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. അപ്പം ഇനി ഇത് സെറ്റായിട്ട് കാണാം. ഒരു 4-4.5 മണിക്കൂറിന് ശേഷം അത് സാധനം പുറത്ത് എടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി കൊണ്ട് തന്നെ എങ്ങനെയും വീഡിയോ കഴിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേനി. ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച്, 1-2 ചെറിയ തിരക്ക് കാരണം എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. വൈകുന്നേരം ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ, അതായത് ഇന്ന് വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്നത് നാളെ രാവിലെ എടുക്കാനാണ് ഏറ്റവും നല്ലത്. ഒരു കറക്റ്റ് പറയുന്നത് 4.5 മണിക്കൂർ റൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കാണ് വെച്ചപ്പോൾ 8:30 ആ സമയത്താണ് നമ്മളിപ്പോൾ ഇത് വീഡിയോ എടുക്കണേ. നമുക്ക് നേരെ അത് കറക്റ്റ് സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ അത് കാണിച്ചു തരാം എങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇത് എന്തോ ഒരു പുഡിങ്ങോ കസ്റ്റാർഡോ അങ്ങനെ എന്തോ ഒരു സാധനം പറയുമല്ലോ, അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പം കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇത് കുറച്ച് നേരം കൂടി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഐസ്ക്രീം ആവും. ഞാൻ അതിന് മുമ്പ് കൂടെ ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങളെ വീഡിയോ എടുക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇവരാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേ. അനിയന്മാരും പെങ്ങളെ കുട്ടി ഏട്ടൻ്റെ മക്കളൊക്കെയാണ്. അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് കാണാം. അപ്പോൾ ഇനി ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണോ? ഞാൻ ഇവലെന്തായാലും അടിപൊളി പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവമൊക്കെ അടിപൊളിയായിരിക്കും. വീട്ടിൽ തന്നെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. പാല് മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലെന്തായാലും നമ്മൾ കൊണ്ടുനടക്കുന്ന സാധനങ്ങളായിരിക്കും. സംഭവം അടിപൊളിയായിരിക്കണേ. എനിക്കിഷ്ടപ്പെട്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല. അപ്പോൾ
ഇനി ഒരാളും കൂടി ടേസ്റ്റ് ചെയ്യാനുണ്ട്. ഇത്ര നേരം ക്യാമറന്റെ ബാക്കിൽ വിളിച്ചു നിന്ന മനുഷ്യനാണ്, എന്റെ അനിയനാണ്. അപ്പൊ ഓൻ ടേസ്റ്റ് ചെയ്തിട്ട് രസമുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയും. സംഭവം അടിപൊളിയായിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പൊ ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും ഇത് ഐസ്ക്രീം ആവുമോയെന്ന്. അപ്പോൾ ഇത് ഞാൻ രാത്രി മുതൽ ഫ്രീസറിൽ വെച്ച് രാവിലേക്കൊക്കെ ഐസ്ക്രീമായി കറക്റ്റ് ഐസ്ക്രീമിൻ്റെ അതേ ഒരു ലുക്കിലും ടേസ്റ്റിലൊക്കെ എത്തിക്കണേ. അപ്പം ഇന്നലെ രാത്രി കൊണ്ട് തന്നെ കുട്ടികളെ വീഡിയോ കഴിക്കണം എന്നുള്ളൊരു ചെറിയ കാരണം കൊണ്ടാണ് കറക്റ്റ് ഐസ്ക്രീം ആവണതിൻ്റെ മുമ്പ് തന്നെ ഓരോ കൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ 24 മണിക്കൂർ ഇല്ലാന്നുണ്ട് ഏകദേശം ഒരു 10-15 മണിക്കൂർ കഴിയുന്നതും വെക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ലുക്കിലെത്തും.